ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് വലിയൊരു ബോക്സൊക്കെ കൊണ്ടാണ് കേട്ടോ കിച്ചണിക്ക് വന്നിട്ടുള്ളത്. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇത് ഇൻഡസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് കേട്ടോ നമുക്ക് ഈ പാത്രങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇൻഡസ് വാലിത്തെ പാത്രങ്ങളെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ മാസം മാസം ഒരു വീഡിയോ ചെയ്യുന്നതാണ്, എല്ലാവർക്കും അറിയുന്നതുമാണ്. ഇന്ത്യാസ് നമ്പർ 1 ഹെൽത്തി കുക്കർ ബ്രാൻഡായിട്ടുള്ള ഒരു ഓൺലൈൻ സൈറ്റാണ് ദ ഇൻഡസ് വാലിൻ്റെ കേട്ടോ. എല്ലാവർക്കും അറിയണത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ വലിയ ബോക്സിൽ നിന്ന് ചെറിയൊരു ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കോഫിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാത്രമാണ്. ഇതാ നല്ല അടിപൊളി പാത്രം കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിലൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റീലിൻ്റെ ചെറിയൊരു സ്റ്റാൻഡും കൂടെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കോഫിയൊക്കെ ഉണ്ടാക്കാനും അതേപോലെ തന്നെ പാല് കാച്ചാനും വെള്ളം തിളപ്പിക്കാനും അതേപോലെ മുട്ട പുഴുങ്ങാനും അങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാത്രമാണ്. എനിക്ക് ഇങ്ങനത്തെ ചെറിയ പാത്രങ്ങളോട് അല്ലെങ്കിലും വലിയൊരു ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ അതിൻ്റെ ഹാൻഡിലൊക്കെ പിടിപ്പിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവരെ കയ്യിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ, അയൺ പാത്രങ്ങളും ഉണ്ട്. അയൺ പാത്രങ്ങളൊക്കെ നമുക്ക് കിച്ചണിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവരുടെ കയ്യിലുണ്ട് കേട്ടോ. ഒരു കിച്ചണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പാത്രങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ റസീന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കും ചെയ്യുക. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള പാത്രങ്ങൾ നോക്കി സെലക്ട് ചെയ്തിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇനി വരുന്നത് വേറൊരു പാത്രമാണ്. ഇതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പാത്രം എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ. കാരണം നമ്മൾ കടയ്ക്ക് കട്ട്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ ഇതുപോലുള്ള വലിയ പാത്രത്തിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും. അപ്പം അങ്ങനെയുള്ളൊരു പാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ തുറന്ന് കാണിക്കാം. പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ കൂടെ വരുന്നതാണ് കേട്ടോ. അതൊക്കെ നമുക്ക് അവരുടെ പാത്രങ്ങളെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. പിന്നെ ഒരു പാത്രങ്ങൾ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇൻഡക്ഷനിലും യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിലും യൂസ് ചെയ്യാം. പിന്നെ അയൺ പാത്രങ്ങളാണെങ്കിൽ നമുക്ക് വിറകടുപ്പിലും യൂസ് ചെയ്യാം. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളാണെങ്കിലും അയൺ പാത്രങ്ങളാണെങ്കിലും ഒക്കെ നല്ല വെയിറ്റുള്ള നല്ല കട്ടിയുള്ള പാത്രങ്ങളാണ് കേട്ടോ ഒക്കെ. ഇതാ ഈ ഒരു പാത്രത്തിൻ്റെ ലിഡാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്, നല്ല വട്ടമുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ നമുക്ക് കട്ട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു പാത്രമാണെന്നുള്ളത്. അതേപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസൊക്കെ വേവിക്കാനും പിന്നെ ഗുലാബ് ജാം ഉണ്ടാക്കാൻ അതേപോലെ ജിലേബി ഉണ്ടാക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു പാത്രം കേട്ടോ. നല്ല വട്ടമുള്ള പാത്രം ആയതുകൊണ്ട് ജിലേബിയൊക്കെ നമുക്കിങ്ങനെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമല്ലോ, അങ്ങനെ അതിനൊക്കെ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു പാത്രം. അപ്പോൾ ആർക്കെങ്കിലും ഈ പാത്രങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ റസീന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിച്ചുകൊണ്ട് കേട്ടോ. നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങളെ ക്യാഷ് പോവില്ല. കാരണം അത്രയും ക്വാളിറ്റി ഉള്ള നല്ല പാത്രങ്ങളാണ്. നമ്മൾ എല്ലാ മാസം ഇവരെ പാത്രങ്ങൾ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ പാത്രങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ നമുക്ക് ഗിഫ്റ്റായിട്ട് ഇവരെ പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കാറും. ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നിൽക്കും. ഇനിയിപ്പോൾ വാങ്ങുമ്പോൾ കുറച്ച് റേറ്റൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ കേട്ടോ, അങ്ങനെ പാത്രങ്ങളെ റിവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിനൊന്ന് കൂട്ടാൻ മീൻ പൊരിച്ചതും അതേപോലെ തന്നെ ചീരപ്പേരി പിന്നെ പരിപ്പൊക്കെ ഇട്ടാണ്ട് ഒരു കറി ഉണ്ടാക്കണമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ നല്ല പരന്ന പീസായിട്ട് കട്ട് ചെയ്താണ്ടാണ് കേട്ടോ മീൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മീനിൽ മസാലയൊക്കെ തേച്ച് വെക്കുക, എന്നിട്ട് നമ്മൾ പുതിയ പാത്രത്തിൽ മീൻ പൊരിക്കുക. അപ്പോൾ മീനിൽ തേക്കാനുള്ള മസാലയൊക്കെ ഞാനിതാ ഈ മൺചട്ടിക്ക് ഇട്ട് കൊടുത്തോണ്ട് കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഉപ്പും കുറച്ച് സുറുക്കിയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. ഇനി ഇതാ നമുക്ക് കൈവച്ചിട്ട് നല്ലോണം മീനിൽ തേച്ച് കൊടുക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കേട്ടോ. ചില സമയത്ത് നമുക്ക് ഇതേപോലെ കഷ്ണ മീനൊക്കെ കിട്ടുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഫ്രഷ് ആയിട്ടുള്ളതാവില്ല. ചെറിയൊരു അങ്ങനെ ഒരു ചെറിയൊരു വേറൊരു പഴയ സ്മെല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അറിയില്ല, ഇന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ തേച്ച് കുറച്ച് നേരം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് നമ്മൾ പുതിയ പാത്രത്തിൽ പൊരിച്ചെടുക്കാം. പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് ബിരിയാണീൻ്റെ വീഡിയോസ് തന്നെ വന്നിട്ടേ ചില കൂട്ടുകാരൊക്കെ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ നാടൻ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ബിരിയാണീൻ്റെ തന്നെ ആകുമ്പോൾ മടുക്കൂലേ, അതുകൊണ്ടാവും. അപ്പം നമുക്ക് നാടൻ ഫുഡാക്കാം.
അങ്ങനെ മീനിൽ ഇതാ ഞാൻ മസാലയൊക്കെ തേച്ച് വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ മീൻ പൊരിച്ചതും അതേപോലെ ചിക്കൻ പൊരിച്ചതൊന്നും അങ്ങനെ കഴിക്കലില്ല കേട്ടോ. ഒക്കെ എണ്ണ കുറവാക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ കഴിക്കൽ. ഇറച്ചി മീനൊക്കെ കഴിക്കട്ടോ, എൻ്റെ മരുന്നിന് കുഴപ്പമൊന്നുമില്ല. ഇറച്ചി മീൻ മുട്ട അതൊക്കെയാണ് കഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മീൻ പൊള്ളിക്കാം. എനിക്കങ്ങനെ മീൻ പൊള്ളിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നമ്മളെ മീനിലൊക്കെ മസാലയൊക്കെ തേച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ കഴുകി ഇതാ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർക്കൊക്കെ ഉള്ളൊരു സംശയമാണ്, ഈ സ്റ്റീലിൻ്റെ പാത്രത്തിൽ മീനൊക്കെ പൊരിച്ചാൽ അടി പിടിക്കൂലേ, എന്താ ശരിക്ക് അതിന് വിട്ട് കിട്ടൂലല്ലോ എന്നൊക്കെ പറയലുണ്ട്. ഒരു കുഴപ്പമില്ല കേട്ടോ, സ്റ്റീലിൻ്റെ പാത്രമാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ മീനൊക്കെ പൊരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ അടി പിടിക്കൊന്നുമില്ല. ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിലും ചൂടായി മീൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ എന്താ കളറ് മാറും ചെയ്യും. അതേപോലെ തന്നെ ചിലപ്പോൾ കരിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തീയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് മീനൊക്കെ തിരിച്ചിടാനും അതേപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ, സ്റ്റീലിൻ്റെ പാത്രത്തിലും. അപ്പോൾ ഞാൻ വിറകടുപ്പ് യൂസ് ചെയ്യുമ്പം അയൺ പാത്രങ്ങളാണ് മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യൽ. അതേപോലെ ഗ്യാസ് സ്റ്റൗമിലാണ് നമ്മൾ കുക്കിംഗ് എന്നുണ്ടെങ്കിൽ അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രത്തിലുമാണ് കേട്ടോ മീനൊക്കെ പൊരിക്കൽ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഞാൻ അപ്പോൾ വാങ്ങിക്കാറേ അല്ല. സ്റ്റീൽ പാത്രം അയൺ പാത്രം തന്നെയാണ് നമ്മളെ കയ്യിലുള്ളത്. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയാൻ പറ്റും. അധികം ഇൻഡസ്വാലിത്തെ പ്രോഡക്റ്റുകൾ തന്നെയാണ് നമ്മളെ കിച്ചണിലുള്ളത്. നമ്മൾ കുക്ക് ചെയ്യണതും അതിൽ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇപ്പോൾ കുറച്ചൊക്കെ ആയല്ലോ ചില ആൾക്കാരൊക്കെ നമ്മളെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട്. അപ്പം അത്രയും നല്ല പ്രോഡക്റ്റുകളാണ് കേട്ടോ ഒക്കെ. പിന്നെ അയൺ പാത്രങ്ങളാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചാകുമ്പം അതിങ്ങനെ മയങ്ങി എന്താ പറയുക നല്ല ഉഷാറായിട്ട് വരും. പിന്നെ അങ്ങനെ തുരുമ്പും കാര്യങ്ങളൊന്നും പിടിക്കേ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അയൺ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്യണം. നമ്മൾ എന്താ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ചിട്ട് കമിഴ്ത്തി വെക്കണ്ട, അങ്ങനെ തുറന്ന് വെച്ചാൽ മതി. ഞാൻ അങ്ങനെ ആട്ടോ വെക്കാറ്. ഇനിയിപ്പം വെള്ളമൊക്കെ അതിൽ കുറച്ചുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം അടുപ്പത്ത് ചൂടുണ്ടെങ്കിൽ ആ അടുപ്പിൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കും. അപ്പോൾ ആ വെള്ളം അങ്ങനെ വറ്റും. അങ്ങനെ ചട്ടിൻ്റെ ഉള്ളൊക്കെ നല്ല കറുത്ത നിറമായിട്ട് കിട്ടും കേട്ടോ, നല്ല വൃത്തിക്ക്. കാണുമ്പോഴും നല്ല വൃത്തിയാണ്. ചില പാത്രങ്ങൾ നമ്മൾ വെള്ളത്തോട് കൂടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ നിറച്ച് തുരുമ്പേക്കാരായില്ലേ, അപ്പോൾ നമുക്ക് എടുക്കാനേ തോന്നൂല. അപ്പോൾ ഞാൻ മീനൊക്കെ ചട്ടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇതാ എനിക്കൊരു മീനിൻ്റെ കഷ്ണം എടുത്തിട്ട് ചെറിയൊരു വാഴൻ്റെ പീസോടെ കൊണ്ടുവന്നു. അപ്പോൾ ഇതിൽ ഒന്ന് പൊതിയുക, അപ്പോൾ ഓയിൽ ആവൂലല്ലോ, അങ്ങനെ പൊള്ളിച്ച പോലെ ആയിക്കോളും. മീൻ വേവും വേണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വാഴനാരം കൊണ്ട് ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ട് നമുക്ക് ആ പാത്രത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ ആ മറ്റേ മീനൊക്കെ ഫ്രൈ ആയി വരുമ്പോഴത്തേന് ഇതും വെന്തോളും. പിന്നെ ഞാൻ ഷുഗറിന് മരുന്ന് കുടിക്കണുണ്ടല്ലോ, അവിടുത്തെ ഡീറ്റെയിൽസ് പറയുന്നുണ്ടെന്ന് കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ കോൺടാക്റ്റ് നമ്പർ ഞാൻ കൊടുക്കട്ടോ. അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യല്ല നല്ലത്. കോൺടാക്റ്റ് നമ്പർ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടുതരാം കേട്ടോ വേണ്ട ആൾക്കാർക്ക്. ഇനി അതല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, മരുന്നിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നല്ല മരുന്നാണ് കേട്ടോ. കയ്പ്പാണ്, കുടിക്കാൻ കയ്പ്പാണ്, ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ മരുന്നൊന്നും. പിന്നെ ആയുർവേദം കൂടിയല്ലേ, അപ്പോൾ കുടിച്ചാൽ എന്തായാലും നല്ല ഫലമാണ്. എനിക്ക് അനുഭവമാണ്. ഞങ്ങളോട് പറഞ്ഞല്ലോ, എനിക്ക് എന്ന് നോക്കുകയാണെങ്കിലും ഫാസ്റ്റിങ്ങിൽ 205 210 ആ ഒരു ലെവലിലാവും ഷുഗർ ഉണ്ടാവുക. ഇപ്പോൾ ഒരാഴ്ച ഞാൻ മരുന്ന് കുടിച്ചപ്പോഴത്തേന് എൻ്റെ ഷുഗറൊക്കെ കുറഞ്ഞു, നോർമലായി 110 ആയിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇനി കുറച്ചും കൂടെ നമുക്ക് മരുന്ന് കുടിക്കേണ്ടി വരും. ഡോക്ടർ നിർത്താൻ പറയുമ്പോഴേ നിർത്താൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് മരുന്ന് കുടിക്കേണ്ട ആവശ്യമില്ല, ഫുഡിൽ കൺട്രോൾ ചെയ്ത് അങ്ങനെ പോയാൽ മതി. അങ്ങനെ കേട്ടോ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മരുന്നിനാണെങ്കിൽ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മീനൊക്കെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തു. പിന്നെ കറി ഉണ്ടാക്കാൻ കുറച്ച് പരിപ്പ് കഴുകി കുക്കർക്ക് ഇട്ട് കൊടുത്തിന്. പിന്നെ ഒരു തക്കാളി 2 പച്ചമുളകും കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2 വിസിലടിച്ചാൽ ഓഫാക്കട്ടോ. പിന്നെ തേങ്ങ അരച്ചൊഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളെ മീനൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചീര ഉണ്ടേനും ഉപ്പേരി ഉണ്ടാക്കാൻ. അപ്പം ചീര ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആയുർവേദിക് മരുന്ന് കുടിക്കുമ്പോഴേ പിന്നെ ഒരു പറയണത് എന്താ വെച്ചാൽ പഞ്ചസാര കഴിയുന്നതും ഒഴിവാക്കാനാണ് പറയുന്നത്. ഞാൻ പിന്നെ മധുരം ഇട്ടാണ്ട് ചായ കുടിക്കുകയെ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത് മാറിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കണതിന് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ഒഴിവാക്കിയിരിക്കണം മധുരം. പിന്നെ ഉച്ചക്ക് കുറച്ച് ചോറും പിന്നെ കൂടുതൽ ഉപ്പേരിയും. അത് ഇലക്കറിയൊക്കെ ആണെങ്കിൽ ഏറെ നല്ലതാണ് പറഞ്ഞു, മുരിങ്ങ ചീര അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ. അപ്പം ഞാൻ ആദ്യം കഴിച്ചിരുന്നത് ചോറ് കൂടുതലും കൂട്ടാൻ കുറച്ച് കഴിക്കാനും.
നമ്മളൊക്കെ അങ്ങനെ തന്നെയാണല്ലേ, ഫുഡ് കഴിക്കുമ്പോൾ ചോറാണ് അധികം കഴിച്ചിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അത് പറ്റില്ല, ചോറ് ഉച്ചക്കൊരു നേരം മാത്രം 1 കപ്പ് ചോറും കൂടുതൽ ഉപ്പേരിയും അങ്ങനെ കഴിക്കാനാണ് പറയുന്നത്. പിന്നെ കൈപ്പങ്ങ കഴിക്കുകയാണെങ്കിൽ ഏറെ നല്ലതാണ് പറഞ്ഞിട്ടുണ്ട്. കൈപ്പങ്ങയൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ തന്നെയാണ് ഇപ്പോൾ കഴിക്കാറും. അപ്പോൾ നമുക്ക് ഇതാ ചീരപ്പേരി ഉണ്ടാക്കുക. ചീരപ്പേരി ഇവിടെ അടുപ്പത്തായിട്ടുണ്ട്. കുറച്ച് തേങ്ങ ചിരകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കങ്ങനെ ഷുഗറിനെ കുറിച്ചിട്ട് വലിയൊരു ഇതില്ലേന് കേട്ടോ. വലിയൊരു ഇതില്ലേന് പറഞ്ഞാൽ വലിയ കാര്യമാക്കിയിട്ട് കൂട്ടിയിട്ടില്ലേന് ഞാൻ. പിന്നെ ഡോക്ടർ കുറച്ച് ക്ലാസ് എടുത്തീനി. അപ്പോഴാണ് എനിക്ക് പേടി പിടിച്ചത്. പിന്നെ എനിക്ക് മൂത്രത്തിൽ പഴുപ്പ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് കിഡ്നിക്കൊക്കെ പെട്ടെന്ന് ബാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ നിസാരമായി കാണേണ്ട ഒരു അസുഖമല്ല ഷുഗർ, പ്രമേഹം. അപ്പം നല്ല എന്താ പറയുക, ഗൗരവമായിട്ട് കാണേണ്ടത് തന്നെയാണ്. ഇപ്പോൾ പിന്നെ തുടക്കമായതുകൊണ്ട് ഇപ്പം തന്നെ നമ്മൾ കൺട്രോൾ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് അസുഖങ്ങൾ അതിൽ വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ പേടി പിടിച്ചിട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത്. അപ്പം ബാബുവിൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു തന്നതേനി, ഓന് കുറേ ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഓരോ അസുഖങ്ങളൊക്കെ മാറിയെന്ന് പറഞ്ഞപ്പം അങ്ങനെ പോയതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ എനിക്കും വിശ്വാസമായി. പിന്നെ കൊയിലാണ്ടി ഹെർബലി ടച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോസ്പിറ്റലാട്ടോ, ആയുർവേദിക് ഹോസ്പിറ്റൽ. പിന്നെ ഞാനന്ന് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിന്. ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹോസ്പിറ്റൽ കാണിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോവാം. പിന്നെ മരുന്നിന് പൈസയാവും, അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, അത്യാവശ്യം പൈസ ഉണ്ട് കേട്ടോ മരുന്നിന്. 1 മാസത്തിനുള്ള മരുന്നാണ് എനിക്ക് തന്നിട്ടുള്ളത്. നമുക്ക് എപ്പോഴും പോകാനും പറ്റില്ലല്ലോ, അത്രയും ദൂരമല്ലേ. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ആയിട്ടോ, പരിപ്പ് കറിയൊക്കെ തൂമിച്ചു. പിന്നെ ചോറ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ കുറേ ചോറുണ്ട് തോന്നും. ഇത് ചെറിയൊരു കപ്പിന് 1 കപ്പ് ചോറാട്ടോ. അതൊക്കെ അങ്ങനെ കമിഴ്ത്തി കൊടുത്തതാണ്. പിന്നെ കുറച്ചധികം ചീരി എടുത്തു. പിന്നെ അതേപോലെ പിന്നെ മീൻ പൊള്ളിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും 1 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പച്ചക്കറികളൊക്കെ കഴിക്കട്ടോ, ക്യാരറ്റ് കക്കരിയൊക്കെ കഴിക്കാം. അപ്പോൾ ഞാൻ ചെറിയ 2-3 പീസ് ക്യാരറ്റും കക്കരിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയും. തീരെ ഒന്നും കഴിക്കാൻ പറ്റായൊന്നുമില്ല കേട്ടോ ഈ മരുന്ന് കുടിക്കുമ്പോൾ. ഇങ്ങനെയൊക്കെ കഴിക്കണതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ ആരോഗ്യം നമ്മൾ നോക്കല്ലേ, ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളെ പറ്റുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്